ക്വസ്റ്റ്യൻ വായിക്കാം. എ റോളർ ഓഫ് വെയ്റ്റ് W is equal to 1000 Newton rest on a smooth inclined plane and is kept from rolling down by a string AC as shown in the figure. Using the method of projections, find the tension S in the string and the reaction at the point of contact B. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൽ പറയുന്നത് ഒരു റോളറുണ്ട്. ഈ റോളറിൻ്റെ വെയിറ്റ് എത്രയാണ്? 1000 ന്യൂട്ടനാണ് ഈ റോളറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അതൊരു സ്മൂത്ത് ആയിട്ടുള്ള ഇൻക്ലൈൻഡ് പ്ലെയിനിൽ, ഇത് സ്മൂത്ത് ഇൻക്ലൈൻഡ് പ്ലെയിനാണ്, അതിൽ റെസ്റ്റ് ചെയ്യുകയാണ്. അതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ AC എന്ന് പറഞ്ഞൊരു സ്ട്രിങ് ഉണ്ട്. അത് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് ഈ ഒരു സ്ട്രിങ്ങിലെ ടെൻസൈൽ ഫോഴ്സ് ആയിട്ടുള്ള എസ്സും അതുപോലെ തന്നെ ഇവിടുത്തെ കോണ്ടാക്റ്റ് പോയിന്റിലുള്ള റിയാക്ഷനുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. ക്വസ്റ്റിൽ പ്രത്യേകം പറയുന്നുണ്ട് യൂസിങ് ദ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻസ്. എങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ളത്? മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ മെത്തേഡ് ഓഫ് പ്രൊജക്ഷൻസ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല എന്താണിത് എന്ന് നമ്മൾ വിചാരിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഇക്വിലിബ്രിയം ഇക്വേഷൻ ഇല്ലേ, സിഗ്മ H is equal to 0, സിഗ്മ V is equal to 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് ഈ ക്വസ്റ്റിൽ പറയുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ് പറയുന്നുണ്ട്. എത്രയാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്? 1000 ന്യൂട്ടനാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1000 ന്യൂട്ടനെ നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. അത് നമുക്ക് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രം ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു സിലിണ്ടറിനെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഫസ്റ്റായിട്ട് നമ്മളിതിൻ്റെ വെയിറ്റ് മാർക്ക് ചെയ്യുക. എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ അതിനെയൊക്കെ നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്യണം. ഫസ്റ്റ് ഞാനിവിടെ 1000 ന്യൂട്ടൺ അതിൻ്റെ വെയിറ്റിനെ മാർക്ക് ചെയ്യുകയാണ്. ഇനിയും അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു സിലിണ്ടർ എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടോ നോക്കാം. ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ, ഈ ഒരു പോയിന്റിൽ ഇത് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തുണ്ടാകും? റിയാക്ഷൻ ഉണ്ടാകും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സിലിണ്ടർ എവിടെയെങ്കിലും, നമ്മുടെ ബോഡി എവിടെയെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ റിയാക്ഷൻ ഉണ്ടാകും. റിയാക്ഷൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? റിയാക്ഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ആയിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ സർഫസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യും? റിയാക്ഷൻ ആക്ട് ചെയ്യും. അപ്പോൾ ഞാൻ ആ റിയാക്ഷനെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു. ബിയിലായതുകൊണ്ട് RB എന്ന് നെയിം ചെയ്യുകയാണ്. മനസ്സിലായോ? റിയാക്ഷൻ ഈ സർഫസിന് എങ്ങനെയാണ്? പെർപെൻഡിക്കുലറാണ്. അപ്പോൾ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വന്നിട്ട് ഈ ഒരു പോയിന്റിലായിരിക്കും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു റിയാക്ഷനെയും കൂടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. RB എന്ന് നെയിം ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കെ മാർക്ക് ചെയ്യണം ഫ്രീ ബോഡി ഡയഗ്രത്തിൽ. പക്ഷേ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ക്വസ്റ്റിൽ പറയുന്നുണ്ട് ഇതൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു വോളാണെന്നാണ് പറയുന്നത്. അപ്പോൾ സ്മൂത്ത് ആണെങ്കിൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല. ഇനി നമുക്ക് അടുത്തായിട്ട് മാർക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ ഒരു ബ്ലോക്കിൽ, ഈ ഒരു റോളറിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ എന്നാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ. കാര്യം എന്താണ്? AC എന്ന് പറഞ്ഞ സ്ട്രിങ് വെച്ചിട്ടാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ടാകും? ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാകും. മനസ്സിലായ? ഒരു സ്ട്രിങ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടായത് കൊണ്ട് അവിടെ എന്തുണ്ടാകും? ഒരു ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ആ ടെൻസൈൽ ഫോഴ്സ് നമുക്ക് ഈ AC മാർക്ക് ചെയ്യണം. അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇതിൽ നിന്നും പുറത്തേക്കായിരിക്കും. ടെൻസൈൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോയിന്റിൽ നിന്നും പുറത്തേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. നമുക്കതിനെ S എന്ന് നെയിം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ടെൻസൈൽ ഫോഴ്സിനെയും കൂടെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. S എന്ന് മാർക്ക് ചെയ്യുന്നു. ഇക്വിലിബ്രിയം ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ സോൾവ് ചെയ്യണം. അങ്ങനെ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കി 1000 ന്യൂട്ടൺ എന്ന് വെർട്ടിക്കലാണ്. ഇത് രണ്ടും എന്താണ്? ഇൻക്ലൈൻഡ് ഫോഴ്സസ് ആണ് അല്ലേ. അപ്പോൾ ഇൻക്ലൈൻഡ് ഫോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ഒരു റിയാക്ഷനെയാണ് നമ്മൾ എടുക്കുന്നത്. RB ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം, അല്ലെങ്കിൽ നമുക്ക് വെർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം. S ആണ് എടുക്കുന്നുണ്ടെങ്കിലും ഒന്നുകിൽ ഹൊറിസോണ്ടലുമായിട്ടോ വെർട്ടിക്കലുമായിട്ടോ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് റിസോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് ഇതിൻ്റെ ആംഗിൾ നോക്കാം. ഓക്കെ, ഈ റിയാക്ഷൻ ഹൊറിസോണ്ടലുമായിട്ടോ വെർട്ടിക്കലുമായിട്ടോ ഏതെങ്കിലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആംഗിൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഹൊറിസോണ്ടലുമായിട്ട് 45 ഡിഗ്രിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 1000 ന്യൂട്ടനെ എൻ്റെ വെയിറ്റിനെ താഴോട്ടിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. നോക്കി, താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ നിങ്ങൾക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റുന്നത് അല്ലേ. ഈ കാണുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അതിൻ്റെ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. നമുക്കറിയാം റിയാക്ഷൻ സർഫസുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഇതും എന്താണ്? 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇത് 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതും എന്തായിട്ട് മാറും? 45 ഡിഗ്രി ആയിട്ട് മാറും. മനസ്സിലായോ? ഇത് ടോട്ടൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 45 ആണെന്നുണ്ടെങ്കിൽ ഇത് 45 ആയിരിക്കും. പിന്നെ ഇത് 90 ആണ്, ഇത് 45 ആണ്. അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ ഈ ആംഗിൾ എന്ത് വരും? 45 വരും. മനസ്സിലായോ? ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി വരണമല്ലോ.
അപ്പം ഇത് 45, ഇത് 45, ഇത് 90 എന്ന് വരും. ഇപ്പം നമുക്ക് കിട്ടിയല്ലേ റിയാക്ഷൻ വെർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് കിട്ടി, 45 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്തത് ഈ എസിൻ്റെ കാര്യം നോക്കാം അല്ലേ. ഈ ടെൻസൈൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു സർഫസ്, ഈ ഒരു ഇൻക്ലൈൻഡ് സർഫസും ഈ ഒരു സ്ട്രിങ്ങും തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് പറയുന്നുണ്ട്, 15 ഡിഗ്രി ആണെന്ന് പറയുന്നത്. നമുക്ക് എന്താണ് വേണ്ടുന്നത്, ഈ എസ് എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സ് ഒന്നുകിൽ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ആംഗിൾ വേണം, അല്ലെങ്കിൽ നമുക്ക് വെർട്ടിക്കലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ആംഗിൾ വേണം. പക്ഷെ നമുക്ക് ഈ ഒരു 15 വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേ പകരം നമുക്ക് ഇവിടെ നോക്കിക്കേ, ഈ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് 45 ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും നോക്കിയാൽ നമുക്കറിയാം. ഇത് 2 പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, ആ ഒരു പാരലൽ ലൈന് ഞാനിങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയാണോ അത് തന്നെയായിരിക്കും ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പണ്ടൊക്കെ മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, മനസ്സിലായത്. ഒരു ലോ ആണ്. അതായത് 2 പാരലൽ ലൈൻസ് ഉണ്ട്, അതിനൊരു ലൈൻ, ആ ഒരു പാരലൽ ലൈൻസിനെ ഇങ്ങനെ ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്യുകയാണ്, ഇൻക്ലൈൻ ലൈൻ വെച്ച് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. ഈ ആംഗിൾ തന്നെ ആയിരിക്കും ഈ ആംഗിൾ എന്ന് പറയുന്നത്. അതേ കൺസെപ്റ്റാണ് ഞാൻ ഇവിടെ വരുന്നത് അല്ലേ. നോക്കിയേ, ഈ ഒരു ലൈനാണ് ഈ ഒരു ലൈൻ, മനസ്സിലായോ. ഈ ഒരു ടോപ്പിലെ ലൈനാണ് ഈ കാണിച്ചിരിക്കുന്ന ലൈൻ, ഈ ഒരു ഇൻക്ലൈൻഡ് ലൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ഈ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നതും ഈ ആംഗിൾ സെയിം ആയിരിക്കും. അപ്പോൾ ഇത് 45 ആണെങ്കിൽ ഇത് 45 ആയിരിക്കും. അപ്പോൾ ഇത് 45 ആണെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ ആംഗിൾ എത്രയാണ്, 45 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി നമുക്കറിയാം ഇത് ടോട്ടൽ 45 ആണ്, ഈ ചെറിയ ആംഗിൾ 15 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ നമുക്ക് എത്ര ആയിട്ട് കിട്ടും, 30 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി, നോക്കിക്കേ. അതായത് ഈ ഒരു ഇൻക്ലൈൻഡ് ലൈൻ ഇതുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് കിട്ടി, 30 ഡിഗ്രി ആണെന്ന് കിട്ടി. മനസ്സിലായോ. നമ്മുടെ ഈ ഒരു സ്ട്രിങ് ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇത് 30 ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും, അതും 30 ഡിഗ്രി ആയിരിക്കും. അതെങ്ങനെയാണ്, ഇതേപോലെ തന്നെയാണ്. നോക്കിയേ, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്, ഇതാണ് ഈ ഹൊറിസോണ്ടൽ ലൈൻ. ഇവിടെ വേറൊരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്, അതാണ് ആ ലൈൻ. ഇവിടെ നമ്മളിങ്ങനെ കട്ട് ചെയ്തപ്പോൾ നോക്കി, ഈ ഒരു ആംഗിളും എന്താണ്, സെയിം ആണ്. മനസ്സിലായോ. അപ്പോൾ ഇത് നമുക്ക് 30 ഡിഗ്രി കിട്ടി. അതായത് നമ്മുടെ ഈ ഒരു സ്ട്രിങ് ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്ക് കിട്ടി എത്രയാണ്, 30 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനും നമുക്ക് റിസോൾവ് ചെയ്യാം. നോക്കിയാൽ RB എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സ് വെർട്ടിക്കലുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ, ഈ ഒരു ആക്സിസുമായിട്ടാണ് ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കമ്പോണൻറ്റ് എന്ത് വരും, ഇതെന്ന് പറയുന്നത് കൊസൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതാം, RB × cos 45. മനസ്സിലായോ. RB എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സ് ഈ ആക്സിസുമായിട്ടാണ് ആംഗിൾ 45 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കമ്പോണൻറ്റ് എന്താണ്, കൊസൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള മറ്റേ കമ്പോണൻ്റ് എന്തായിരിക്കും, സൈൻ കമ്പോണൻ്റ് ആണ്. അപ്പോൾ RB × sin 45. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഈ ഫോഴ്സ് ഈ പോയിന്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് 2 കമ്പോണൻസിൻ്റെ ഡയറക്ഷനും ആ ഒരു പോയിന്റിലേക്കായിരിക്കും. മനസ്സിലായോ. അപ്പോൾ നമ്മൾ RBനെ റിസോൾവ് ചെയ്തു. ഇനി അടുത്തതായിട്ടുള്ളത് S എന്ന് പറയുന്ന ഈ ടെൻസൈൽ ഫോഴ്സാണ്. അതും ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, റിസോൾവ് ചെയ്യണം. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്യണം, വെർട്ടിക്കൽ കമ്പോണൻ്റായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താണ്, എസ് എന്ന് പറയുന്ന ഈ ഫോഴ്സ് ഈ ആക്സിസുമായിട്ടാണ് 30 ഡിഗ്രി ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ കമ്പോണൻ്റ് എന്ത് വരും, അത് കൊസൈൻ കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ എഴുതാം, S × cos 30 ഡിഗ്രി എന്ന് എഴുതാം. അപ്പോൾ ഈ കമ്പോണൻ്റ് എന്തായിരിക്കും, സൈൻ കമ്പോണൻ്റ് ആണ്. S × sin 30 ഡിഗ്രി. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് തെറ്റിപ്പോയില്ല, ഇവിടെ മറ്റൊരു ഫോഴ്സും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഫോഴ്സ് ഈ പോയിന്റിൽ നിന്നും പുറത്തേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്പോണൻസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, പുറത്തേക്കായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇവിടെ നമ്മൾ 2-3 ഫോഴ്സ് ഉണ്ടാണ്, നമുക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇവിടോട്ട് തന്നെ അങ്ങ് മാർക്ക് ചെയ്യുകയാണ്. S cos 30 എന്ന് പറയുന്നത് എങ്ങോട്ടാണ്, ലെഫ്റ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. S sin 30 എന്ന് പറയുന്നത് അപ്വേർഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. സിഗ്മ H = 0 എന്ന് പറയുന്ന ഈ ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മ് 0 എന്നുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്, ഫോഴ്സ് റൈറ്റിലേക്കാണെങ്കിൽ പോസിറ്റീവ് എടുക്കാം, ഫോഴ്സ് ലെഫ്റ്റിലേക്കാണെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. ഇവിടെ ഏതൊക്കെയാണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതൊക്കെയാണ്, RB sin 45 ഉണ്ട്, S cos 30 ഉണ്ട് അല്ലേ. അപ്പോൾ RB sin 45 എന്ന് പറയുന്നത് റൈറ്റിലേക്കാണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, RB sin 45. ഇനിയും
ഈ എസ് കോസ് 30 എങ്ങോട്ടാണ്? ലെഫ്റ്റിലേക്കാണ് അല്ലേ? അപ്പം മൈനസ് എസ് ഇൻറ്റു കോസ് 30 ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് അടുത്ത ഇക്വിലിബ്രിയം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സിഗ്മ വി ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സൈൻ കൺവെൻഷൻ എങ്ങനെയാണ്? ഫോഴ്സ് അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക, ഫോഴ്സ് ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കുക. ഇവിടെ ഏതൊക്കെയാണ് വെർട്ടിക്കൽ ഫോഴ്സസ്? 1000 ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഡൗൺവേർഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഡൗൺവേർഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എസ് സൈൻ 30 എന്ന് പറഞ്ഞാൽ അപ്വേർഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോഴ്സ് അപ്വേർഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഫോഴ്സിനെ എടുക്കാം. നോക്കിയേ, ആർ ബി ഇൻറ്റു കോസ് 45 അല്ലേ? അത് അപ്വേർഡാണ്, പോസിറ്റീവാണ്. അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് ഇതെടുക്കാം. ഇതെന്ന് പറയുന്നത് അപ്വേർഡാണ്, അതും പോസിറ്റീവാണ്. അപ്പോൾ പ്ലസ് എസ് ഇൻറ്റു സൈൻ 30. ഇനിയും അടുത്തത് 1000 ന്യൂട്ടൺ, അത് ഡൗൺവേർഡാണ്. അപ്പോൾ മൈനസ് 1000 ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കാം. ഇതിന് ഞാൻ റീഅറേഞ്ച് ചെയ്യുകയാണ്. അതായത് ആർ ബി ഇൻറ്റു കോസ് 45 പ്ലസ് എസ് ഇൻറ്റു സൈൻ 30 ഈ 1000 ഈക്വൽ ടു സൈന് അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ, 2 ഇക്വേഷൻസ് കിട്ടി. ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും നെയിം ചെയ്യുകയാണ്. ഈ 2 എണ്ണമാണ് നമ്മുടെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ആർ ബിയിലും എസ്സിലുമുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1 നിന്നും ആർ ബിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർ ബിൻ്റെയും എസ്സിൻ്റെയും വാല്യൂ കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ഇക്വേഷനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് പണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് നമ്മുടെ കാൽക്കുലേറ്ററിൽ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എൻ്റെ കാൽക്കുലേറ്റർ ഇല്ല, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫോണാണ്. അപ്പോൾ കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഇക്വേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ടാകും. അതായത് എ എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടാകും. സോൾവ് സിസ്റ്റം ഇക്വേഷൻ ടു അൺനോൺസ്, ആ ഒരു ഓപ്ഷന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എ ബി സി എന്ന് പറയുന്ന 3 വാല്യൂസ് നമ്മളിവിടെ ഇൻപുട്ടായിട്ട് കൊടുക്കണം. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുകയാണ്. ഫസ്റ്റ് ഈ ഇക്വേഷനെ എടുക്കാം. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, 2 ഇക്വേഷൻ്റെയും ഈ അൺനോൺസ് ഒരേപോലെ ആയിരിക്കണം കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ ആർ ബി ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഇക്വേഷനിലെ ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ആർ ബി ആയിരിക്കണം. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിലെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും എസ് തന്നെ ആയിരിക്കണം. അപ്പം നോക്കിക്കോളൂ, ഫസ്റ്റ് നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം. എന്നിട്ട് ഇവിടെ എ എന്ന് പറയുന്ന ഒരു വാല്യൂ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ എ എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് ആർ ബിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. ആർ ബിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? സൈൻ 45 ആണ് അല്ലേ? സൈൻ 45 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഈക്വൽ ടു കൊടുക്കുന്നു. അപ്പം എ എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റൻ്റ് അവിടെ ആഡായി. അടുത്തത് ബി എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സെക്കൻഡ് ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അതായത് ഇവിടെ എസ് ആണ് നമ്മുടെ സെക്കൻഡ് ടേം. എസിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? മൈനസ് കോസ് 30. ഇവിടെ മൈനസ് ആണെങ്കിൽ ആ മൈനസ് നമ്മളിവിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ മൈനസ് കോസ് 30 മൈനസ് ഇടുന്നു. എന്നിട്ട് കോസ് 30 എന്ന് കൊടുക്കുന്നു, ഈക്വൽ ടു കൊടുക്കുന്നു. അപ്പോൾ ബിയുടെ ടേം ആഡായി. അടുത്തായിട്ട് സി എന്നാണ് ചോദിക്കുന്നത്. സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ടു സൈൻ അപ്പുറത്ത് എന്താണോ അതായിരിക്കും ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ഈക്വൽ ടു സൈൻ അപ്പുറത്ത് എന്താണ്? 0 ആണ്. അപ്പോൾ 0 ഇട്ട് കൊടുത്തു, ഈക്വൽ ടു കൊടുത്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ്റെ എല്ലാ അൺനോൺസും എല്ലാ കോഎഫിഷ്യൻസും നമ്മൾ ആഡ് ചെയ്തു. ഇനി അടുത്ത് സെക്കൻഡ് ഇക്വേഷൻ എടുക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആർ ബി ആണ് നമ്മളിവിടെ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ ആർ ബിയുടെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ആർ ബിയുടെ കോഎഫിഷ്യൻ എന്താണ് ഇവിടെ? കോസ് 45 ആണ്. അപ്പോൾ നമ്മൾ കോസ് 45 ഇടുന്നു, ഈക്വൽ ടു കൊടുക്കുന്നു. അടുത്തത് എസിൻ്റെ കോഎഫിഷ്യൻ എത്രയാണ്? പ്ലസ് സൈൻ 30 ആണ്. അപ്പോൾ നമ്മൾ ആ പ്ലസ് സൈൻ 30 അങ്ങ് ഇട്ട് കൊടുക്കുക, ഈക്വൽ ടു കൊടുക്കുന്നു. അടുത്തത് സി എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു സൈന് അപ്പുറത്തുള്ള കോൺസ്റ്റൻറ്റ് ടൈമിനെയാണ് നമ്മൾ സി എന്ന് പറയുന്നത്. ഇവിടെ ഈക്വൽ ടു സൈൻ അപ്പുറത്തുള്ള എന്താണ്? 1000 ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതിയത്. ഈക്വൽ ടു ഈ 1000 എന്ന് പറഞ്ഞ ഈ കോൺസ്റ്റൻറ്റിനെ ഈക്വൽ ടു സൈൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1000 എന്നാണ് കിട്ടുന്നത്. പ്ലസ് 1000 ആണ്. ഈക്വൽ ടു കൊടുക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഈക്വൽ ടു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന നോക്കിക്കേ, എക്സിൻ്റെ വാല്യൂ കിട്ടും. അതായത് ഫസ്റ്റ് അൺനോൺ ഏതാണ്? നമ്മുടെ ഫസ്റ്റ് അൺനോൺ ഇവിടുത്തെ ആർ ബി ആണ് അല്ലേ? അതായത് ആർ ബിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് 896.57 ന്യൂട്ടൺ. അടുത്ത് ഒരു പ്രാവശ്യം കൂടി ഈക്വൽ ടു കൊടുക്കുക. അപ്പോൾ നമുക്ക് y കിട്ടും. അതായത് നമ്മുടെ സെക്കൻഡ് അൺനോൺ അതായത് എസ് ആണ് അല്ലേ? എസ് ഇസ് ഈക്വൽ ടു 732.05 എന്ന് 05 ന്യൂട്ടൺ എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പം ഈ ഒരു മെത്തേഡിൽ വെച്ച് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് വേണ്ടുന്നത്? ഈ എസിൻ്റെ വാല്യൂ വേണമായിരുന്നു, ഇവിടുത്തെ റിയാക്ഷനും വേണമായിരുന്നു. അത് രണ്ടും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു.